യുഎയിലൊക്കെ ആയ സമയത്ത് എനിക്കൊരിക്കലും ഞാനായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം എനിക്ക് പറ്റിയിട്ടില്ല. മഴവില്ല് മാനത്ത് മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവർ വീട്ടിൽ വിളിച്ച കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോട് എനിക്കങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു മകനോ മകളോ ഉണ്ടായാൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഈ മക്കളെ ഇതാണ് ഇത് പെണ്ണ്, ഇങ്ങനെ ആളുകളുണ്ട്. ഇതൊരിക്കലും ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഞാൻ പറയണം നാളെ മുതൽ നിങ്ങൾ സാരി എടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ സാരി എടുത്ത് നടക്കുമോ? ഒരാളെ കണ്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അയാളെ ഫോളോ ചെയ്ത് അയാളെ കസ്റ്റം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കുട്ടിയെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇങ്ങനെയും നടക്കാം, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആണെങ്കിലോ എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എത്ര കുട്ടികൾ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസ് വ്യക്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് എത്ര കുഞ്ഞു കുട്ടികൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഈ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഇവർ കിടപ്പ് മുറിയിൽ ഇവരെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ആ ഒരു തോട്ട് ഓഫ് മൈൻഡിലാണ് പല ജനങ്ങളും എടുക്കുന്നത്. സെക്സ് എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. സെക്സ് ലൈഫിൽ ഒരു പാർട്ടാണ്, അല്ലാണ്ട് ജീവിക്കുന്ന സെക്സിനാവരുത്. വായു ജലം എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യന് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് സെക്സ്. ഇപ്പോൾ ഒരു മിനിറ്റ്, നമുക്ക് ഫുഡ് വേണം, വെള്ളം വേണം, വായു വേണം, ഒക്കെ വേണം. നമുക്ക് സെക്സിലാണ് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ, ഇപ്പോൾ ആദില നൂറ തന്നെ, അവർ രണ്ട് പെൺകുട്ടികളാണ്. അവരുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെകഞ്ഞ് നോക്കേണ്ടതോ അല്ലെങ്കിൽ ചോദിച്ച് ഇറങ്ങേണ്ട കാര്യമില്ല. ലെറ്റ് ലീവ്, അവരും ജീവിക്കട്ടെ. പർട്ടിക്കുലർ കുറേ ആൾക്കാരുടെ മൈൻഡിലെ വയസ്സിൽ ഇത് ഒരു ആണിന് ഒരു പെണ്ണ്, ഈ ഒരു ആൺ പെണ്ണ് മാത്രം മതി ലോകത്ത്, വേറെയുള്ള ആൾക്കാർ ആരും വേണ്ട. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആൾക്കാരുടെ ഫീലിങ്സ് എന്ത് ചെയ്യണം? ലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, അത് അവളുടെ കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലും ഇടപെടേണ്ട, ഞങ്ങളും ജീവിക്കട്ടെ, നിങ്ങളും ജീവിച്ചോ. അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ സൊസൈറ്റി പറഞ്ഞാല് സോഷ്യൽ മീഡിയ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹേറ്റേഴ്സ്. സൊസൈറ്റി വെറും ഇതാണെന്ന്. സൊസൈറ്റി ഒരു